ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 350 പോയിൻറ്റും S&P 46 പോയിൻറ്റും നസ്ഡാക്ക് 136 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഗിഫ് നിഫ്റ്റി 60 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാം. ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റിൽ ഞാൻ എൻ്റെ വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കുമെന്ന്. മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരുന്നില്ല. മാർക്കറ്റ് വലിയൊരു ബുള്ളിഷ് ആയിരുന്നു. ഏകദേശം 280 പോയിൻറ്റിൻ്റെ റാലി ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വ്യൂ മൊത്തത്തിൽ തെറ്റായിരുന്നു. അപ്പോൾ ആ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോകാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈന് ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിൽ ഒരു വിക്ക് തന്നിട്ട് ഒരു ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ചിട്ട് താഴോട്ട് ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് അതിൻ്റെ മുകളിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റെസിസ്റ്റൻസിന് മുകളിലാണ്, പിവറ്റ് പോയിൻറ്റിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസിന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ടാണ് മാർക്കറ്റ്. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെഷൻ കൺസോൾട്ടേഷൻ ആയിരുന്നു മാർക്കറ്റ്. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി 450 വരയ്ക്കും ഞാൻ മാർക്കറ്റിലൊരു ബെയറിഷ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ്. 450 താഴെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് രണ്ടാമത്തെ സെഷനിൽ മാർക്കറ്റിൽ റാലി നടത്തിയത്. മാർക്കറ്റിൽ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ അപ്പ് ട്രെൻഡാണ്. എല്ലാം ഹയർ ഹൈ ഫോം ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് ഇവിടെ ഹയർ ഹൈ വന്നു, വീണ്ടും അതിൻ്റെ മുകളിൽ പുതിയ ഹയർ ഹൈ ഇന്നലെ വന്നിട്ടുണ്ട്. ലോ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന് മുകളിൽ ഹയർ ലോ വന്നു, വീണ്ടും ഇതിന് മുകളിൽ ഹയർ ലോ വന്നു. ഇനി അടുത്ത് വരാനുള്ളതെന്ന് പറയുന്നത് ഒരു ഹയർ ലോ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹൈ കൂടെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അടുത്തൊരു റീട്രേസ്മെൻറ്റിന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ അടുത്ത് വരുന്ന ഒരു റീട്രേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് താഴെയായിരിക്കും. ഇവിടെ നിന്ന് നമുക്കൊരു 1000 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയെങ്കിൽ ചിലപ്പോൾ അടുത്ത് വീണ്ടും ഒരു 700-800 പോയിൻറ്റിൻ്റെ ഡിപ്പ് പ്രതീക്ഷിക്കാം താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രോങ് ഒരു ബ്രേക്കൗട്ടാണ് കിട്ടുന്നതെങ്കിൽ വലിയൊരു ബുള്ളിഷ് ഉണ്ടാവും. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ, ഈ ഒരു റെസിസ്റ്റൻസ് അടുത്ത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ലോയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മുകളിലായിരിക്കും പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ പുതിയൊരു ട്രെൻഡ് ലൈനൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു 800-700 പോയിൻറ്റിൻ്റെ ഡിപ്പിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതൊരു 50 to 618% റീട്രേസ്മെൻറ്റ് ഏരിയയിലായിരിക്കും വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ മുകളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കുക. അവിടെ എവിടെ വേണമെങ്കിലും ഒരു റിജക്ഷൻ വരാം. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും മിക്കവാറും അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ടോപ്പായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈയിൽ നിന്ന് മിക്കവാറും ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിലൊരു റിജക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകും. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗണിനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇച്ചിരി താഴെ വന്നിട്ട് ചിലപ്പോൾ തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഇവിടെ 75 മിനിറ്റ്സിൽ നമുക്ക് സ്ട്രോങ് ഒരു ഡിമാൻഡ് സോണ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 75 മിനിറ്റ്സിൽ ഈ ഒരു ഡിമാൻഡ് സോണ് മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നായിരിക്കും മാർക്കറ്റിൽ ഇന്ന് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. 75 മിനിറ്റ്സിന് അകത്ത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് എൻട്രി പോയിന്റ് നോക്കുക താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ.
ഈ ഒരു 75 മിനിറ്റിൻ്റെ ഡിമാൻഡ് സോണിനകത്ത് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് കൃത്യമായിട്ട് എൻട്രി നോക്കുക താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്നലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,441. ഏകദേശം ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ്. ചെറിയൊരു ബ്രേക്കൗട്ട് ഇന്നലെ തന്നിട്ട് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ലെവൽ 25,470 450 ഏരിയ ഇവിടെ മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ കൃത്യമായിട്ട് നടന്നതാണ്. താഴോട്ടൊരു ബ്രേക്കൗട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മാർക്കറ്റ് അവിടുന്ന് സ്ട്രോങ് അവിടുന്ന് പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറി. എനിക്കൊരിക്കലും ഇന്നലത്തെ മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്രയും വലിയൊരു ഞാനൊരു 450, പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ എന്ന് പറയുന്നത് രാവിലെ മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോഴും ഏകദേശം 25,400 450 അകത്ത് മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുമ്പം പോലും 25,500 പുട്ട് റൈറ്റേഴ്സ് വളരെ സ്ട്രോങ് ആയിരുന്നു. അപ്പോഴും പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ഇവിടെ ഒരു റിജക്ഷൻ പ്രതീക്ഷിച്ചതാണ്. ഈ ഒരു ഹൈയുടെ അവിടെ നിന്ന് മാർക്കറ്റിലൊരു റിജക്ഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി. അവിടെ പ്രൈസ് ആക്ഷനിൽ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് സ്ട്രോങ് സപ്പോർട്ട് 25,500 അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ അങ്ങോട്ട് പുഷ് ചെയ്ത് മാർക്കറ്റിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി. ഇന്നത്തെ ലെവൽസ് നോക്കാം. ഇന്ന് 25 ഇന്നലത്തെ ഹൈ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ വലിയ മൂവ്മെൻറ്റിന് സാധ്യത കുറവാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഉടനെ ഉണ്ടാകും. ഇന്നലത്തെ ആ ഒരു റാലിയിൽ കുറേ റെസിസ്റ്റൻസ് പൊട്ടിയിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഏകദേശം ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്ന് അടുത്തിനി നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പഴയ ഹൈ ആണ്. ഈ ഒരു ഹൈ 25,670. അപ്പോൾ ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് ഉള്ള ലെവലെന്ന് പറയുന്നത് 25,626 15 മിനിറ്റിൽ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 670, ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് ഉള്ളത്. താഴോട്ട് 25 ഈ ഒരു ലെവൽ 25,450 470 ഏരിയയ്ക്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഹൈ 25,473 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രം താഴോട്ട് എൻട്രി നോക്കാം. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഇത് കാരണം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ആയിരുന്ന ഏരിയ ആണ് ഈ ഒരു ഏരിയ. അതിന് മുകളിൽ തന്നെ നമുക്ക് നേരത്തെ കണ്ട 75 മിനിറ്റ്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് സോൺ ഉണ്ടാകും, ഡിമാൻഡ് സോൺ ഉണ്ടാകും. അപ്പോൾ 25,473 ഒരു സ്ട്രോങ് സപ്പോർട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 473 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി നോക്കാം. കൃത്യമായിട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കണം. ഏകദേശം 400 വരേക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടാണെന്നുണ്ടെങ്കിൽ 400 25 400, പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു ഗ്യാപ്പായിരിക്കും. ഡേ ക്യാൻഡിൽ എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. 25,363 അല്ലാന്നുണ്ടെങ്കിൽ 25,340 335 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇന്നത്തെ ഇൻട്രാഡേ ലെവൽസ് നോക്കാം. ഇന്നലെ ഈ ഒരു ഏരിയയിലായിരുന്നു മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തത്. ഇവിടെ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തത്. ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബെൻഡായി താഴോട്ട് വരുമെന്ന് വിചാരിച്ചാണ് 25,420 പിന്നെ സപ്പോർട്ട് എടുത്ത്. കാരണം 25,400 സ്ട്രോങ് കോൾ പുട്ട് റേറ്റിംഗ് ഉണ്ടായിരുന്നതാണ്.
അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ച് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിച്ചാണ് ഈ ഒരു ഏരിയയിൽ. ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നമ്മുടെ സപ്പോർട്ടിൻ്റെ മുകളിലാണ് ഫസ്റ്റ് 5 മിനിറ്റ് ക്ലോസിംഗ് വന്നത്. പിന്നെ അവിടെ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് ഒരു റാലി നടത്തിയത്. ഇന്ന് CPR വരുന്നത് 25,502 തൊട്ട് 556 വരെയാണ്. വൈഡ് CPR ആണ്. താഴോട്ട് 2 ലെവൽസ് ഉണ്ട്. 25,501, 25,517. അതിൻ്റെ താഴെ വരുന്നത് 25,448, 25,433. മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,500 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. മാർക്കറ്റ് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 25,448, 433 മാർക്കറ്റിനൊരു പുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ 25,501, 517 സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റാണ് വരുന്നത്. 25,682, 25,660 ഇടയ്ക്കുള്ള ലെവൽസ് ലൈവ് മാർക്കറ്റിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. മുകളിലോട്ട് മാക്സിമം 25,682, 660 ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 758, 778 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനിടയ്ക്കാണ് നമുക്ക് ഡേ ക്യാൻഡിലുള്ള ട്രെൻഡ് ലൈനൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും പ്രൊജക്ഷൻ വരാൻ സാധ്യതയുണ്ട്. 25,578, 758, 778 ആണ് മുകളിലത്തെ ടാർഗറ്റ് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ എൻട്രിയാണ്. പക്ഷേ മാർക്കറ്റ് എനിക്ക് തോന്നുന്നില്ല 25,900, 25,930 വരെയൊക്കെ ഇന്ന് പോകാൻ സാധ്യതയുണ്ടെന്ന്. ചിലപ്പോൾ ദീപാവലിയുടെ ഒരു എഫക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റാലി പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.